സമയം പ്രഭാതം 4 മണി. ഹസന സിയാറ സംഘം നിലവിൽ മൈസൂരിലാണുള്ളത്. മൈസൂർ യാത്ര പ്രഭാതത്തിലാണ് ഇവിടെ ഞങ്ങൾ എത്താറുള്ളത്. മൈസൂരിലെ ഗുംബസിലാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഗുംബസ് സാധാരണ 8 മണിക്കാണ് തുറക്കാറുള്ളത്. എങ്കിലും സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി ഗുംബസിലെ പള്ളി മസ്ജിദ് അഖ്സ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി തുറക്കാറുണ്ട്. അങ്ങനെ സുബ്ഹി നിസ്കാരത്തിനായി ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഗുംബസ് പൊതുവിൽ ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നടന്നു നീങ്ങി. നിസ്കാരമെല്ലാം കഴിഞ്ഞു. അടുത്ത് തന്നെ ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഉപ്പമാർക്ക് എല്ലാവർക്കും ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ എല്ലാവരും ഫ്രഷായി നാസ്ത കഴിച്ചു. ശേഷം ഇനി 8 മണിയായപ്പോഴേക്കും ഗുംബസിലേക്ക് എല്ലാവരും സിയാറത്തിന് വരികയാണ്. ഇവിടെ സിയാറ പ്ലസ് കാഴ്ചകളാണ് നിലവിലുള്ളത്. മഹാനായ ടിപ്പു സുൽത്താൻ അവറുകളുടെയും അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ദർഗയും അതുപോലെ തന്നെ അവരുടെ പരിസരത്തുള്ള മനോഹരമായ കാഴ്ചകളുമാണ് ഇവിടെ ഗുംബസിലുള്ളത്. പോകുന്ന വഴിയിലൊക്കെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ചെടികളെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ വിദൂരം നിന്ന് നടന്നുകൊണ്ട് ആണ് ഇങ്ങോട്ട് എത്തിപ്പെടേണ്ടത്. ഇവിടെ എത്തുമ്പോൾ തന്നെ ചെരുപ്പ് നോക്കാൻ വേണ്ടി ഇവിടെ ആവശ്യക്കാരുണ്ടാകും. അത് ക്യാഷുകളെല്ലാം വാങ്ങാൻ വേണ്ടി ക്യാഷ് കൊടുത്തുകൊണ്ട് ചെരുപ്പുകൾ നോക്കും. അങ്ങനെ അതിനുശേഷം നമ്മളെല്ലാവരും കയറി ഗുംബസിൻ്റെ അവിടെയുള്ള മസ്ജിദ് അഖ്സയുടെയും ഷഹീദ് ടിപ്പു സുൽത്താൻ്റെയും ദർബാറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് അവിടുത്തെ ചരിത്രങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന തന്നെ ടിപ്പു സുൽത്താൻ്റെ ഉപ്പയാവുന്ന ഹൈദർ അലി അവരുടെയും അവരുടെ ഉമ്മയുടെയും ദർബാറിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. അതാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ മഹാനായ ടിപ്പു സുൽത്താൻ അവറുകൾ ഷഹീദാവുക എന്നുള്ളത് തന്നെ വലിയ പവിത്രതയുള്ളൊരു കാര്യമാണ്. അവർ ദീനിന് വേണ്ടി പരിശ്രമിച്ചു യുദ്ധം ചെയ്തു. അങ്ങനെ ഒളിയാക്രമണത്തിലൂടെ ഷഹീദാവുന്നു. ചരിത്രങ്ങൾ വിശദമായി പിന്നീട് പറയാം. മഹാനായ ടിപ്പു സുൽത്താൻ്റെ ഉപ്പ ആദ്യമായി മരണപ്പെട്ടു, ഹൈദർ അലി ഖാൻ. ചരിത്രം വിശാലമാണ്, അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉപ്പ മരണപ്പെട്ട സമയത്ത് ഉപ്പാൻ്റെ ദർബാർ, ഉപ്പാനെ കബറടക്കം ചെയ്ത സ്ഥലം എന്നേക്കും ഒരു പവിത്രമുള്ള സ്ഥലമാവണം. എൻ്റെ ഉപ്പ കിടക്കുന്ന സ്ഥലം ഈ ഉലകത്തിലെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നൊരു സ്ഥലമാവണം എന്നായിരുന്നു മഹാനായ ടിപ്പു സുൽത്താൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ഉപ്പയുടെ കബറടക്കം ചെയ്തതിന് ശേഷം ആദ്യം കബറടക്കം ചെയ്ത് മറ്റൊരിടത്തായിരുന്നു. പിന്നീട് ഈ ഗുംബസ് എന്ന് പറയുന്ന ഈ ഇടത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ കബറടക്കം ചെയ്തു. അങ്ങനെ കബറടക്കം ചെയ്തപ്പോൾ ഹൈദർ അലി എന്നുള്ള ടിപ്പു സുൽത്താൻ്റെ ഉപ്പ അന്ന് കാലത്തെ ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ഭരണാധികാരിയുടെ ഖബർസ്ഥാനം എപ്പോഴും ഒരു അതിൻ്റെതായ രൂപത്തിലുള്ള ആവണം എന്ന നിലയ്ക്ക് മഹാനവർ ഇവിടെ ആ ഉപ്പാനെ അടക്കം ചെയ്തു. അങ്ങനെ ഉപ്പാനെ അടക്കം ചെയ്തതിനു ശേഷം ഉപ്പാനെ കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് വിസിറ്റേഴ്സ് എല്ലാം ഉണ്ടാവും. സ്വാഭാവികമാണല്ലോ, ഒരു രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവുമ്പോൾ അവർ വിട പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാൻ വേണ്ടി പിന്നീട് പലരും വരിക എന്നുള്ളത്. അങ്ങനെ വരുന്നവർക്കുള്ള ഗസ്റ്റ് ഹൗസുകളൊക്കെയാണ് ഈ കാണുന്ന പരിസരത്തുള്ള ഓരോ റൂമുകളുണ്ട്. ആ കാണുന്ന മുഴുവനും മുൻകാലത്ത് ഇവിടെ കുതിരകളെല്ലാം നിർത്തിയിട്ടിരുന്ന സ്ഥലങ്ങളാണെന്ന് ഇവിടെ പലരും പറയപ്പെടുന്നതായി കേൾക്കാൻ കഴിഞ്ഞു. മനസ്സിലായല്ലേ? അതായത് ഗസ്റ്റ് ഹൗസുകൾ, അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരുന്ന സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോരുന്ന സ്ഥലം നമുക്ക് തന്നെ അറിയാം. ഇത്ര ദൂരം ഈ ഒരു ഗുംബസിന് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ആ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ മതി. പക്ഷേ ടിപ്പു സുൽത്താൻ ആഗ്രഹിച്ചത് എൻ്റെ ഉപ്പയുടെ ദർബാറിലേക്ക് വരുന്നവർക്ക് നല്ല മനോഹരമായ ഒരു ആംബിയൻസിലൂടെ ആയിരിക്കണം ഇങ്ങോട്ട് വരുന്നവർ. അതുകൊണ്ട് തന്നെ പേർഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ചെടികളെല്ലാം കൊണ്ടുവന്നിട്ടായിരുന്നു ഇതിനെ ഈ രൂപത്തിലേക്ക് അലങ്കരിച്ചെടുത്തിരുന്നത് അന്ന് കാലത്ത് ടിപ്പു സുൽത്താൻ. പിന്നീട് ഉമ്മ മരണപ്പെട്ടു, ഉമ്മയെയും കൂടെ തന്നെ അടക്കം ചെയ്തു. അപ്പോൾ ടിപ്പു സുൽത്താൻ ഈ അടക്കം ചെയ്തതിന് ശേഷം ആദ്യമായി നിർമ്മിച്ച ഈ ഗുംബസ് എന്ന് പറയുന്ന ഈ ഒരു ഖബർസ്ഥാൻ നിർമ്മിക്കുന്നതിന് മുമ്പ് നിർമ്മിച്ചാണ് ഈ മസ്ജിദ് അഖ്സ എന്ന് പറയുന്ന പള്ളി. ഇവിടെ വരുന്നവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാനാണ്. നമ്മളെല്ലാവരും കേട്ടിരുന്ന ഭൗതിക ചരിത്രങ്ങൾ മാത്രമാണ് ടിപ്പു സുൽത്താനെ കുറിച്ച്, അല്ലേ? എന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച മറ്റൊരു പള്ളി കാണാം. ആ പള്ളിയിൽ ഒരു ചരിത്രങ്ങൾ ഒരിടത്ത് വായിച്ചതായി കണ്ടിട്ടുണ്ട്. ആ പള്ളി നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ടിപ്പു സുൽത്താൻ പരിസരത്തുള്ള എല്ലാ പണ്ഡിതന്മാരെയും എല്ലാവരെയും വിളിച്ചു ഇങ്ങോട്ട് ഈ പള്ളിയുടെ ഇനാഗുറേഷനക്ക് വേണ്ടി. അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്ന 300-200 പണ്ഡിതന്മാരുടെ സഭയിൽ വെച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് തഹജ്ജുദ് ഒഴിവാവാത്ത, തഹജ്ജുദ് ജീവിതത്തിൽ നഷ്ടപ്പെടാത്തവർ വന്നുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം, ഈ ഒരു പള്ളി ഇനാഗുറേഷൻ ചെയ്യാം. അതായത് ആ പള്ളിക്ക് ടിപ്പു സുൽത്താൻ കൊടുത്താൽ പവിത്രതയാണ്.
ഈ മഹാന്മാർ തഹജ്ജുദ് എന്നുള്ള യാതൊരു സുന്നത്തായ ഒരു കാര്യമാണ്. പക്ഷെ അതിനെ മുടക്കാതെ ഒരാൾ വന്നുകൊണ്ട് ഈ പള്ളിയെ നമുക്ക് കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇപ്പം 300 പേരുണ്ടാകുമ്പോൾ എല്ലാവർക്കും കൂടി ചാവി പിടിക്കാൻ പറ്റുമല്ലോ. അപ്പം അതിൽപ്പെട്ട ഒരാൾ തിരഞ്ഞെടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ആ സഭയിൽ നിന്ന് ആരും മുന്നോട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായി തഹജ്ജുദ് എവിടെയെങ്കിലും 1-2 മിസ്സായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. ഏതായാലും ആരും മുന്നോട്ട് വരാത്ത സമയത്ത് മഹാനായ ടിപ്പു സുൽത്താൻ പോയിക്കൊണ്ടാണ് ആ പള്ളി ഇനാഗുറേഷൻ ചെയ്ത് എന്ന് ചരിത്രങ്ങൾ കാണാം. അതായത് മഹാനവരുടെ ജീവിത ശൈലി അത്ര സംശുദ്ധതയുള്ളതായിരുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ടിപ്പു സുൽത്താനാണ് ഉപ്പാക്ക് വേണ്ടി ഇവിടെ പള്ളി നിർമ്മിച്ചു. അതുപോലെ തന്നെ അവിടെ മറ്റൊരു പള്ളി നിർമ്മിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെ അമ്പലം. അന്ന് കാലത്ത് മതസൗഹാർദ്ദങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ്. ആ പള്ളിയുടെ അപ്പുറത്ത് ഒരു അമ്പലം എല്ലാം ഉണ്ടിട്ടാം. ഏതായാലും ടിപ്പു സുൽത്താൻ ഈ പള്ളി നിർമ്മിച്ചതിന് ശേഷം 1784 AD 1784 മഹാനവറുകൾ ഈ ഗുംബസ് നിർമ്മിക്കുന്നത്. ഈ ഗുംബസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് ഈ ഒരു ഉദ്യാനം ഇത് നിർമ്മിക്കുന്നത്. ഈ ഗുംബസിന് മൊത്തത്തിൽ എന്തുണ്ട്, ഉപ്പയുടെയും ഉമ്മയുടെയും മക്ബറ എന്നുള്ള സമയത്താണ് നിർമ്മിക്കുന്നത്. ആവണം, ഒരു സാധാ ഖബർസ്ഥാൻ ആവരുത്. ഇതായിരുന്നു മഹാനവറുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇത് നിർമ്മിച്ചതിന് ശേഷം നിങ്ങൾ ഈ ബ്ലാക്ക് തൂണ് കാണുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തൂണിൽ മൊത്തത്തിൽ 36 തൂണുകൾ ഉണ്ടാവും. ബ്ലാക്ക് തൂണുകൾ ഇനി ഒഴിവുണ്ടാകും എണ്ണിയൊക്കെ മുസ്ലിയാർ വെറുതെ തട്ടിവിട്ടാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം 36 തൂണുകൾ ഉണ്ടാവും. 36 തൂണുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാനവറുകളും ഹൈദർ അലി എന്നുള്ള ഉപ്പയും കൂടെ ഭരണം നടത്തിയിരുന്നത് 36 വർഷമായിരുന്നു അത്രേ. അതുകൊണ്ടാണ് ഇത് 36 തൂണുകൾ എന്നുള്ള ചരിത്രങ്ങൾ കാണാം. മാത്രമല്ല ഈ തൂണുകൾക്ക് ഓരോ തൂണുകൾക്കും അന്ന് കാലത്തെ 1784 കാലത്തെ 10,000 രൂപയായിരുന്നു വില. ഇന്ന് 2 ലക്ഷം രൂപയുടെ വില ആയിരുന്നു എന്ന് ചരിത്രങ്ങൾ കാണാം. ഇത് സാധാരണ ഏതോ ഒരു തൂണടിച്ച് എന്തോ പെയിന്റ് അടിച്ചതല്ല. അത്ര അമൂല്യമായ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇത് ഓരോ വർഷവും എണ്ണ പുരട്ടി നിങ്ങൾ ഒരു തിളക്കം കാണാൻ എല്ലാ തൂണുമ്പോൾ കണ്ടില്ലേ? കാണില്ലേ? ഇടയ്ക്കൊക്കെ ആന്ന് പറഞ്ഞോളൂ. അപ്പോൾ ആ തൂണുകൾ എല്ലാ വർഷവും എണ്ണ പുരട്ടിക്കൊണ്ട് അതിനെ അത്രയധികം സുരക്ഷിതമായി സൂക്ഷിച്ച് കൊണ്ടുപോകാറുണ്ട് എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെയാണ് ഈ ദർബാറിൻ്റെ ആ ഡോറ് വാതിലുകളിലൊക്കെ ടിപ്പു സുൽത്താൻ മഹാനവർ അന്ന് രത്നങ്ങളെല്ലാം വെച്ചിരുന്നു. എൻ്റെ ഉപ്പയുടെയും, കാരണം രാജാവിൻ്റെ ദർബാറാണ് വെക്കുന്ന അടുത്ത രാജാവാണല്ലോ ആ കാലത്ത് ഭരിച്ചിരുന്നത്. അപ്പം അത്ര പവിത്രതയോടെ അത്ര സ്ഥാനമുള്ളതായിരിക്കണം എന്നൊക്കെ രത്നങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരുന്നു ഈ കാണുന്ന വാതിലുകളെല്ലാം നിർമ്മിച്ചിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇവിടെ അതിക്രമിച്ച് കയറി അവരിവിടുന്ന് എല്ലാം കൊണ്ടുപോയി. നിങ്ങൾ ഈ താജ്മഹലിൽ അജ്മീർ, ആഗ്ര, ഡൽഹി, ആഗ്ര പോയല്ലോ ഇതിൽ പോയല്ലേ അല്ലേ? പോയി. അപ്പോൾ ആഗ്ര കോട്ടയുണ്ട്. ആ താജ്മഹലിൻ്റെ ചരിത്രത്തിലുണ്ട്. ആഗ്ര കോട്ടയിൽ പോയി കഴിഞ്ഞാൽ ഈ വിഷയം വ്യക്തമായി കാണാം. ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി ഓരോരോ സംഭവങ്ങളും അതിലത്തെ ഓരോ ഭാഗങ്ങൾ പോയതൊക്കെ വ്യക്തമായി അവിടെ ഓരോ സ്ഥലം നടന്ന് കാണാം. അതുപോലെ ബ്രിട്ടീഷുകാരെന്ത് അന്ന് കാലത്ത് ഇവിടുന്ന് കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ കാര്യമായി ഒന്നും കാണാനില്ല. ഇനി എല്ലാവരും ഇതിൻ്റെ മുകളിലേക്ക് നോക്കൂ. എന്താണ് കാണുന്നത്? എന്താ കാണുന്നത്? കാണുന്നത് പറഞ്ഞൂടെ? അല്ല ചോദിച്ചേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ കുമാരത്തിൻ്റെ ഈ കുബ്ബയുടെയും മുകളിൽ ഒരു സംഗതി ഉണ്ട്. ഏറ്റവും മുകളിൽ അതിന് കുറച്ച് ദൂരത്ത് നോക്കിയാൽ കാണൂട്ടാ. അതായത് ഒരു മറ്റേ ഏറ്റവും മുകളിലാണ് മറ്റേ സംഗതി ഇല്ലേ, എന്താ പറയുക, ആ മുനാരത്തിൻ്റെ മുകളിൽ ആ സംഗതി അതന്നെ കവി ഉദ്ദേശിച്ചത് തന്നെ. അപ്പം അത് എന്താണ് ചരിത്രങ്ങളിൽ കാണാം. 2.5 കിലോൻ്റെ സ്വർണ്ണം ഉണ്ട് അത്ര ഏറ്റവും മുകളിൽ. ഈ കുബ്ബയുടെ മുകളിൽ ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ ദൂരത്ത് നോക്കിയാട്ടാ ഏറ്റവും മുകളിലുള്ള ഒരു ഗോൾഡ് കളർ കാണാം കേട്ടാ. എവിടെ? ആ സാധനത്തിൻ്റെ പോലെ ആ മുഖത്തിൻ്റെ പോലെ ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടാ. അതുപോലെ തന്നെയാണ് ഇനി എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ ഒരു ചെടി ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ? ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഇട്ട്, ഇവിടെ മാത്രം കോൺക്രീറ്റ് ഇട്ടില്ല അല്ലേ? അല്ലേ? അതായത് ടിപ്പു സുൽത്താൻ മഹാനവറുകളുടെ ജനാസ കുളിപ്പിച്ച സ്ഥലം ഇവിടെ വെച്ചായിരുന്നു. ആ ഒരു പവിത്രത കൊണ്ടാണ് ഈ ഒരു സ്ഥലം ഇന്നും അതേ പവിത്രത സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ചുറ്റിനകത്ത് കയറാനില്ല. നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ ഹാദിമി വന്നും ചെയ്യും നമ്മൾ വഴക്ക് പോലെ. അത്ര പവിത്രതയിൽ ഈ കെട്ടണില്ല, അകത്തൊരു കെട്ട് വീണ് കെട്ടണില്ലേ, അവർ കുളിപ്പിച്ചിരുന്ന ആ ഒരു പവിത്രമായൊരു സ്ഥലമാണ് ഇത് എന്നർത്ഥം. ഇനി എല്ലാവരും ഇങ്ങോട്ട് വരൂ. ഹസനയോടൊപ്പമുള്ള യാത്രയിൽ കഴിയാവുന്നത്ര ഓരോ ഭാഗങ്ങൾ നമുക്കറിയാവുന്ന കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അത് എന്തെന്നില്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. ഓരോ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കൂടെ വന്നവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അതായത് നമ്മളൊക്കെ മദ്രസകളിൽ നോക്കിയിരുന്നത് ഒരു വസ്തു അതിൻ്റെ ഒരു വസ്തു അതിൻ്റെ എന്തോളാവുന്നവരെ നിഴലോളം ആവുന്നവരെ എങ്ങനെ പറയാം അല്ലേ? ഒരു വസ്തു അങ്ങനെ പറഞ്ഞ ഫ്ലോ മാറിപ്പോയതാണ്. ഒരു വസ്തുവിൻ്റെ നിഴല് അതിനോളം ആവുന്ന ഒരു സമയം നോക്കിയില്ല. പണ്ട് കാലങ്ങളിൽ ഈ ക്ലോക്കെല്ലാം വരുന്നതിന് മുമ്പ് സമയം നോക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഗതി. അതായത് ഇപ്പം ഇതിൻ്റെ സെൻറ്ററിൽ കോല് വെച്ച് സങ്കല്പിക്കാം.
അപ്പോൾ മറ്റേ മഴല്ല വെയിൽ വരുമ്പോൾ ഈ വെയിലിങ്ങനെ വരുന്ന നിഴലിങ്ങനെ മാറും, സമയം കറക്റ്റ് അവരെന്ത് ചെയ്യും, ഇത് നോക്കി ഇതൊരു പ്രത്യേക ആംഗിളാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഡൽഹി ജുമാ മസ്ജിദുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മക്കത്ത് പോയി കഴിഞ്ഞാൽ അവിടെ മക്ക മ്യൂസിയത്തിലൊക്കെ ഉണ്ട്, പണ്ട് കാലത്തായതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം പണ്ട് കാലങ്ങളിൽ സമയം നോക്കിയിരുന്ന ഉപയോഗിച്ചിരുന്ന ഒരു ഉപഗ്രഹമാണോ ഞങ്ങൾക്കത് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ അടിച്ചുകൊണ്ട് ആ ഒരു സംഗതി. ഓക്കെ കേട്ടോ, അതായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇനി ടിപ്പു സുൽത്താൻ മക്ബറിൻ്റെ അകത്തുള്ള 3 അവരുടെ മക്കളൊക്കെ മക്ബറുണ്ട്. അതുപോലെ ഈ കാണൊക്കെ അവരുടെ കുടുംബക്കാരെ മക്ബറ, ഈ കാണുന്ന പുറത്ത് കാണുന്ന മുഴുവനുണ്ട്, അവരോരോ ഫാമിലിയിൽപ്പെട്ടവരുടെ മക്ബറ കേട്ടോ. ഇനി നമ്മൾ സിയാറത്ത് ചെയ്യാറല്ലേ? ഏതൊരു കാഴ്ചയാവട്ടെ സിയാറത്തുകളാവട്ടെ അവിടുത്തെ വിഷയങ്ങൾ മനസ്സിലായതിന് ശേഷം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതി അത് മറ്റൊന്ന് തന്നെയാണ്. നമുക്ക് സ്വന്തമായിട്ട് മൈസൂരിലേക്ക് പോവാം, ഇതുപോലെ ഗൈഡുകളെ കൂടെയും പോവാം. എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ നിലവിൽ കണ്ടില്ലേ ഓരോ സംഭവങ്ങളും എങ്ങനെ സംഭവിച്ചു, എന്തിന് സംഭവിച്ചു, എങ്ങനെയൊക്കെ ഇങ്ങനെയായി എന്നെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് കൊടുക്കുന്ന എമൗണ്ടിനുള്ള സന്തോഷം അത് വേറെ ഒന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. കഴിയാവുന്നത്ര എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ ഞങ്ങൾ ടിപ്പു സുൽത്താൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ടിപ്പുവിൻ്റെയും മക്ബറ സിയാറത്തിന് വേണ്ടി അകത്തേക്ക് കയറി. അകത്ത് ഷൂട്ടിംഗ് അനുവദിക്കുന്നതല്ല. അങ്ങനെ അതെല്ലാം സിയാറെല്ലാം കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് എല്ലാവരും സമയമായിട്ടുണ്ട്. പ്രഭാതത്തിലായിരുന്നു നമ്മുടെ സിയാറ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കൂടെ വന്ന പ്രിയപ്പെട്ട ഉമ്മമാരും എല്ലാവരും ഒരു കുടുംബം പോലെ സന്തോഷത്തോടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. പല നാടുകളിലുമുള്ളവർ, പല കുടുംബങ്ങളിലുമുള്ളവർ, വ്യത്യസ്തമായ രുചികളുള്ളവർ എല്ലാവരും ഒരേ രുചിയിൽ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ ഒരു അനുഭൂതി മറ്റൊന്ന് തന്നെയാണ്, പറഞ്ഞറിയിക്കേണ്ടത് തന്നെ. പ്രിയപ്പെട്ട അബൂബക്കർക്ക്, നമ്മുടെ യാത്രകൾ ഉണ്ടാവുന്ന പണ്ടാരി അബൂബക്കർക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ഉസ്താദുമാരൊക്കെ നമ്മുടെ ഇത്തവണയുള്ള ബാച്ചുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പ്രഭാതത്തിൽ നാസ്തക്കുള്ള ചപ്പാത്തിയായിരുന്നു അന്ന് റെഡിയായത്. ചായ കണ്ടില്ല, ഷമാവറെല്ലാം ഉള്ളത്. അങ്ങനെ ഉസ്താദുമാരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എല്ലാവരും ഓരോ സൈഡിൽ ഓരോ ഉമ്മമാരെല്ലാവരും പോയി അവിടെ എല്ലാം ഇരുന്നു. സ്പെഷ്യൽ ചെയറുകൾ, ഇരിക്കാനുള്ള സ്പെഷ്യൽ പലകകൾ നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എവിടെയും ഇരിക്കാം. ഈ നാസ്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ യാത്രയിൽ ഉണ്ടാക്കുന്നതാണ്. ചപ്പാത്തിയെ കുറിച്ചല്ല പറഞ്ഞത്, കറികളെല്ലാം അതുപോലെ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മുടെ യാത്രയിൽ തന്നെ ഉണ്ടാക്കുന്ന ഫ്രഷ് ഭക്ഷണമാണ്. അതുകൊണ്ട് ധൈര്യമായി നമുക്ക് കഴിക്കാം. നാസ്ത കഴിച്ചു, യാത്ര തുടങ്ങി. ഈ കാണുന്ന ടിപ്പു സുൽത്താൻ ഷഹീദായ കറക്റ്റ് പോയിന്റാട്ടാണ്. ഇവിടെ വെച്ചുകൊണ്ടായിരുന്നു ടിപ്പുവിനെ അവർ വെടിവെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത്. അങ്ങനെ ഇവിടെ നിന്നാണ് ഷഹീദായത്. അത് കഴിഞ്ഞതിന് ശേഷം വാട്ടർ ഗേറ്റ് കണ്ടില്ല, മൈസൂരിലെ പഴയ കാലങ്ങളിലെ ഓരോ ഓർമ്മകളിൽപ്പെട്ടതാണ് ഈ വാട്ടർ ഗേറ്റ് എന്നുള്ള ഓരോ കാര്യങ്ങളും. ഇതുപോലെ തന്നെയാണ് മറ്റോരോ സംഭവങ്ങളും നമ്മുടെ യാത്രയിൽ വഴിയോരങ്ങളിൽ നമുക്ക് കാണാൻ തന്നെ കഴിയും. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്. മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം, മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം. കാശ്മീരും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ. ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം, കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്. ഹൈദർ അലി എന്നുള്ളവരൊക്കെ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നിരുന്ന കാലത്ത്, ടിപ്പുവിൻ്റെ ഭരണകാലത്തും ഹൈദർ അലിയുടെ ഭരണകാലത്തൊക്കെ അവർ ഈ ആംഗ്ലോ മൈസൂർ യുദ്ധം, മൈസൂർ എന്ന് ഇവിടെയാണല്ലോ ആംഗ്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ മറ്റ് സ്ഥലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലാഹു ആലം. ഏതായാലും അങ്ങനെ യുദ്ധങ്ങൾ നടന്നിരുന്ന കാലത്ത് ആ യുദ്ധത്തിലുള്ള ബ്രിട്ടീഷുകാരെല്ലാം അവരെ പിടിക്കപ്പെട്ടവരെ, അതായത് യുദ്ധത്തിൽ തടവിലാക്കപ്പെടൂലേ, അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് അവരെ കൊണ്ടുവന്നുകൊണ്ട് വലിയ ശിക്ഷകൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന
വാട്ടർ ജയിൽ എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ ശിക്ഷ കൊടുക്കുന്ന രൂപങ്ങൾ ഞാൻ താഴെ കാണിച്ചു തരാം. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഇത്. അതായത് ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മുടെ രാജാവിൻ്റെ പ്രൈവറ്റ് ഏരിയ അറിയില്ല, അതായത് അവരുടെ പ്രത്യേക ഒരു കേന്ദ്രം, അതിൽപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ അന്ന് കാലങ്ങളിലൊക്കെ നദികൾ വഴിയായിരുന്നു. ഇപ്പം നമ്മൾ ശരിക്കും ഇത് റോഡ് സംവിധാനം വന്നോടെ നമുക്ക് ഇതിൻ്റെ പഴയ രൂപം മനസ്സിലാവാത്തത്. ഇത് പണ്ട് ഇങ്ങനെയല്ല, ഇത് ശരിക്കും രാജകീയ ഭരണ ഏരിയയാണ്. അപ്പോൾ അന്ന് കാലങ്ങളിൽ വെള്ളത്തിലൂടെ വരുന്ന ശത്രുക്കൾ തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഇതിന് 4 കെട്ടും എല്ലാ സ്ഥലത്തും ഓട്ടകളുണ്ട്. ഈ ഓട്ടകൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഞാൻ ഒരു ചരിത്രത്തിൽ കേട്ടാണ്, വെടി വെക്കാൻ വേണ്ടി, അതായത് ഒരേ തുളസിൽ അങ്ങോട്ട് 3 തരം വെടി പോകുന്നു. ഇതിനകത്ത് നോക്കി കറക്റ്റ് കാണാൻ കഴിയും. ആ രൂപത്തിൽ ഇത് നോക്കിയാൽ തന്നെ കാണാൻ, അങ്ങോട്ട് വരുന്നവർ ആക്രമിക്കാനൊക്കെ അത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. എല്ലാം ചരിത്രങ്ങളാകുമ്പോൾ ഓരോ സ്ഥലങ്ങളും ഓരോ രൂപത്തിലാണ് രേഖപ്പെടുത്തിയത്. ഇതൊന്നും ബുഖാരിയിലുണ്ടോ മുസ്ലിമുണ്ടോ ആരും ചോദിക്കരുത്, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ നമ്മൾ പറഞ്ഞിച്ച രൂപങ്ങൾ കേട്ടാ. ഇനി ഇങ്ങോട്ട് വരും, നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള സംഭവം ഒന്ന് കണ്ടുനോക്കാം. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്, മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം മക്ക മദീന. ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നിട്ട് അവരെന്താണ് തടവിലാക്കിയിരുന്ന സ്ഥലമാണ് ഇത് വാട്ടർ ജയിൽ. അപ്പോൾ ഈ വാട്ടർ ജയിലിന്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് കേണൽ ബെയ്ലീസ് വാട്ടർ ജയിൽ എന്നാണ്. നമ്മൾ വരുമ്പോൾ അവിടെ പേര് കണ്ടിട്ടുണ്ടാവും, കേണൽ ബെയ്ലീസ്. അതായത് ബ്രിട്ടീഷുകാരിൽ മരണപ്പെട്ട ഒരാളായിരുന്നു കേണൽ ബെയ്ലി. അവരുടെ പേരിലാണ് പിന്നീട് ടിപ്പു സുൽത്താൻ ഈ ജയിലിന് പേരിട്ട് കേണൽ ബെയ്ലി എന്നായിരുന്നു. അപ്പോൾ ഈ ജയിലിലുള്ള ശിക്ഷയുടെ രൂപം എന്ന് പറഞ്ഞാൽ 2 കൈകൾ അവരിങ്ങനെ വെക്കും, മനസ്സിലായില്ലേ? 2 കൈകളും അവർ ഈ കല്ലിൽ വെച്ച് കെട്ടും. ഒരിടത്ത് കാണാം, ഒരു മരത്തിന് തടിയിൽ നമ്മൾ വെച്ച് കെട്ടിയിട്ട് 2 കൈകൾ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ മനസ്സിലായില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അയ്യോ ഇടയ്ക്ക് ഇല്ലെന്നൊക്കെ പറഞ്ഞോളൂ. കാല് ഇവിടെ കാലിട്ട സ്ഥലമല്ലേ ഏതായാലും. 2 കൈകൾ വെച്ച് കിട്ടും. എന്നിട്ട് ഇതിപ്പോ ഒരു അണ്ടർഗ്രൗണ്ട് മോഡലല്ലേ, എന്നിട്ട് വെള്ളം ഇങ്ങോട്ട് നടക്കും, കഴുത്ത് വരെ വെള്ളമാക്കും അത്രേ. അങ്ങനെ കഴുത്ത് വരെ വെള്ളത്തിൽ വെക്കുമ്പോൾ ഒരു മനുഷ്യന് എങ്ങോട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല, വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. അതായത് കൊർജീവനാക്കാതില്ല നമ്മൾ മലപ്പുറം ഭാഷ പറയണി. അതിനുശേഷം ഇതിലേക്ക് ചിലയിടത്ത് കാണാം പാമ്പുകളൊക്കെ ഇതിലേക്ക് ഇറക്കി വിടും. അങ്ങനെ അവരെ ക്രൂരമായി കൊന്നിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ അതിന് ഉപയോഗിച്ച് ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതുപോലെ കല്ല്. ഇതിവിടെ മാത്രമൊന്നുമല്ല, അങ്ങോട്ടൊക്കെ നോക്കി എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അതാണ് വാട്ടർ ജയിൽ എന്ന് പറഞ്ഞാൽ ടിപ്പുവിന് ഏറ്റവും വലിയ നല്ല ശക്തമായ ശിക്ഷ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ആ നടത്തിയിരുന്ന രൂപമായിട്ടത്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ടിപ്പു സുൽത്താൻ ആയിരുന്നു പീരങ്കി ആദ്യമായി കണ്ടുപിടിച്ച്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കേട്ടോ? ഏതായാലും ടിപ്പു സുൽത്താന് പീരങ്കിയോ മിസൈലാണോ പീരങ്കി, ഏതോന്നി പീരങ്കിയാ അല്ലേ? രണ്ടായും കുഴപ്പമില്ല, സംഗതി മനസ്സിലായില്ലേ? അപ്പൊ അന്ന് കാലത്ത് ഒരു മിസൈൽ പരീക്ഷണാർത്ഥം ടിപ്പു സുൽത്താൻ എന്ത് ചെയ്ത്, ഇങ്ങോട്ട് ഒരു വയ്യറിനെ ടിപ്പു സുൽത്താൻ പരീക്ഷണാർത്ഥം ഒരു മിസൈൽ വിട്ടപ്പോ ആ മിസൈൽ വന്ന് വീണ സ്ഥലം നമ്മളിപ്പോ ഇറാന്റെ മിസൈൽ വിട്ട് മറ്റു ഞാൻ ഫോണിങ്ങനെ വീഡിയോ കാണല്ലേ, എന്താ നമുക്കുണ്ടായിട്ട് ഇപ്പൊ നമ്മളും കണ്ടില്ല, അതേ വിഷയം. അപ്പോൾ അന്ന് കാലത്ത് അവർ പരീക്ഷണാർത്ഥം വിട്ടൊരു മിസൈല് എന്തായി അവരുടെ ശ്രദ്ധയിൽ മാറി ഇവിടെ വീണതാണെന്ന് പറയപ്പെടുന്നു. ഈ കാണുന്ന മിസൈൽ 800 കിലോ ഇതിന് ഭാരൻ്റെ അത്ര. നിങ്ങൾ ആലോചിക്കുക, ഇതിൻ്റെ ഒരു തൊട്ടുമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് വീണാണ് ഇപ്പോഴെ പൊളിഞ്ഞിറങ്ങി അതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ വാട്ടർ ജയിൽ എന്താണ് എന്നും ആരുടെ പേരിലാണ് ടിപ്പു സുൽത്താൻ വാട്ടർ ജയിൽ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതും എങ്ങനെയായിരുന്നു ടിപ്പു സുൽത്താൻ അവിടെ കൊടുത്തിരുന്ന ശിക്ഷാ രീതികൾ എന്നുള്ളതും എല്ലാം മനസ്സിലാക്കി പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ തിരിച്ചു പോരുകയാണ്. ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലയിലേക്കാണ്. ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴും നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖോട് നമുക്കുള്ളതായ അറിവുകൾ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി അത് നമുക്ക് തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. സുഹൃത്തെ, നമ്മുടെ ഈ വീഡിയോകൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് അയച്ചു കൊടുക്കണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഓരോ കമൻറ്റുകൾ ഞങ്ങൾ വായിച്ചു മറുപടി തരും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.